ഏതൊരു കാര്യം സംഭവിക്കുമ്പോഴും അതിന് നല്ല വശവും ചീത്ത വശവും നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഒരു ചോയ്സാണല്ലേ അത്. അപ്പോൾ നമ്മുടെ ഒരു മനസ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് പോലെ ഇരിക്കും ഓരോ കാര്യം വരുമ്പോഴും നമുക്കത് പോസിറ്റീവായിട്ട് ചിന്തിക്കണോ നെഗറ്റീവായിട്ട് ചിന്തിക്കണോ എന്നുള്ളത്. നമ്മളൊരു പോസിറ്റീവ് പേഴ്സൺ ആണെങ്കിൽ നമ്മൾ ഓരോ കാര്യം സംഭവിക്കുമ്പോഴും നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കൂടിയും അത് എന്തെങ്കിലും നല്ലതിനായിരിക്കും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുന്നത്. തിരിച്ച് നമുക്ക് സാഡായിട്ടുള്ളൊരു കാര്യമാണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ നെഗറ്റീവായിട്ട് തന്നെയായിരിക്കും കണക്കാക്കുന്നത്. അപ്പോൾ എപ്പോഴും എന്ത് കാര്യം സംഭവിക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ നമുക്ക് മിസ്റ്റേക്സ് ലേൺ ചെയ്യാനുള്ളൊരു അവസരമായിട്ടും എന്തെങ്കിലും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ വരാനുള്ളതായിട്ടും ഒക്കെ കണക്കാക്കിയിട്ട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൂടി ഓരോ ദിവസത്തെയും ഓരോ സംഭവങ്ങളെയും കാണുക എന്നുള്ളൊരു മെസ്സേജ് പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു ഉച്ച കഴിഞ്ഞുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഇച്ചിരി മുന്നേ വാങ്ങിച്ചു വെച്ചൊരു സംഭവമാണ് ചോക്ലേറ്റ് മൂസ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവം. ഇൻസ്റ്റൻറ്റ് ഡെസേർട്ട് മിക്സാണ്. നമുക്ക് കുറച്ച് ക്രീം ജസ്റ്റ് മിക്സ് ചെയ്ത് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്താൽ നല്ലൊരു ചോക്ലേറ്റ് മൂസ് ഉണ്ടാക്കാം. ഇത് ഹലാലാണ് കേട്ടോ. അപ്പോൾ പക്ഷേ ഇത് ചെയ്ത് വന്ന സമയത്താണ് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് വേണം. അത് ഞാൻ ജസ്റ്റ് ചെയ്തു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പം ഐസ് ക്യൂബ്സ് നോക്കിയപ്പോഴത്തേനും ഐസ് ക്യൂബ്സ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്നാൽ കുറച്ച് കഴിഞ്ഞ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഐസ് ക്യൂബ്സ് ഫ്രിഡ്ജിനകത്തോട്ട് എടുത്തു വെക്കുകയാണ് കേട്ടോ. പിന്നെ രാവിലെ നമ്മുടെ ചെടികൾക്കൊന്നും വെള്ളം ഒഴിക്കാൻ പറ്റാത്തതുകൊണ്ട് വൈകിട്ട് ഒരു കാര്യം ചെയ്യുകയാണ്. നമുക്കിപ്പം എന്താ പറയുക, മഴ തുടങ്ങിയപ്പോൾ കുഴപ്പമില്ല. അതിന് മുന്നത്തെ ഒരു ടൈമിലെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും വെയിലല്ലേ, അപ്പം ചെടിക്ക് വെള്ളം ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നല്ല പണിയാവും. കാര്യം ഇവിടെയുള്ള ചെടികൾ അത്ര എന്താ പറയുക ഭയങ്കര കെയർ ആവശ്യമുള്ളതല്ലെങ്കിൽ കൂടിയിട്ടും നല്ല വെയിലുണ്ടായിരുന്ന സമയത്ത് നമുക്ക് എന്തായാലും നല്ലപോലെ വെള്ളമൊഴിച്ച് കൊടുക്കണമല്ലോ. അത്യാവശ്യത്തിന് നമ്മൾ ഒഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും പണി പാളും. ഇനിയത്തെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ കുറച്ച് ബുക്സ് കവർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം മോനെക്കൊണ്ട് തന്നെ ചെയ്യിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ അവനതങ്ങ് കറക്റ്റായിട്ട് ചെയ്യില്ല. അപ്പം എനിക്കിപ്പോഴും അതിനൊരു നമുക്ക് ബുക്സൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ കവർ ചെയ്ത് കിട്ടണം എന്നൊരാഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികൾ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷെ നമ്മൾ എന്താ പറയുക, നമുക്കതൊരു നീറ്റായിട്ട് കവർ ചെയ്ത ബുക്സ് കാണാൻ നല്ലൊരു ഇഷ്ടമാണല്ലോ. അപ്പം കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മോനെക്കൊണ്ട് മുഴുവനും കവർ ചെയ്യിപ്പിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 1-2 ബുക്സൊക്കെ അവൻ കവർ ചെയ്തു കിട്ടും. പിന്നെ നല്ല സ്ലോവുമായിരുന്നു. അതുകൊണ്ട് തന്നെ ബുക്സൊക്കെ ഞാൻ തന്നെ കവർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു നല്ല രസമുള്ള കാര്യമാണല്ലേ, പുതിയ ബുക്കിൻ്റെ മണവും എന്താ പറയുക ബുക്ക് കവർ ചെയ്യുന്നതൊക്കെ നമ്മുടെ പഴയ ഓർമ്മകളിലോട്ടൊക്കെ പോവും. അപ്പോൾ എന്തായാലും അതൊക്കെ എൻജോയ് ചെയ്തുകൊണ്ട് ഞാൻ ബുക്ക് കവർ ചെയ്യാണ്. അപ്പോൾ മോന് വിശക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വൈകിട്ട് ഞാൻ വേറെ സ്നാക്സ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് എഗ്ഗ് 2 പേർക്കും ബുൾസൈ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഒരു സ്നാക്കും ഇല്ലാത്ത സമയത്ത് എഗ്ഗും പാലും തന്നെയാണ് കൊടുക്കുക. അത്യാവശ്യം ഹെൽത്തിയാണ്. അവർക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിൽ കൂടിയും എങ്ങനെയെങ്കിലും അത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമാണ്. അങ്ങനെ കുറച്ച് ബുക്സ് കവർ ചെയ്തപ്പോൾ തന്നെ എനിക്ക് മതിയായി. അപ്പോൾ ഞാൻ വേഗം തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത പണിയിലോട്ട് പോവാണ്. അപ്പോൾ മോന് കുറച്ച് തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കട്ടൻ ചായയും കൂടി കൊടുക്കുകയാണ്. വൈകിട്ട് ഞങ്ങൾ ഫുഡ് പുറത്തുനിന്നാണ് കഴിക്കുന്നത്. പുതിയൊരു റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. വെക്കേഷനിലെ മോൻ്റെ മെയിൻ പരിപാടി റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യലാണ്. അപ്പോൾ ഏറ്റവും ആദ്യം ട്രൈ ചെയ്തത് 3x3 ആയിരുന്നു. അപ്പം അത് കുറച്ചൊക്കെ നോക്കിയിട്ട് അത് ഫാസ്റ്റായിട്ട് തന്നെ സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇനി ഒരു അടുത്ത ലെവലിൽ നിന്നുള്ള നിലയ്ക്ക് 4x4 വാങ്ങിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓർഡർ ചെയ്തു. പക്ഷേ അൺബോക്സിങ് ചെയ്ത് കണ്ടപ്പോഴാണ് വീണ്ടും ഒരു 3x3 തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അത് പൊട്ടിക്കേണ്ട കാര്യമില്ല. അതെന്തായാലും ഇനി റിട്ടേൺ ചെയ്യണം. അപ്പോൾ ഞാൻ അതിനുശേഷം വീണ്ടും 4x4 മെട്രിക്സ് ഓർഡർ ചെയ്തു. പക്ഷേ അത് നല്ല കട്ടിയാണ് കേട്ടോ. നമുക്ക് സോൾവ് ചെയ്യാൻ നല്ല പണിയായിരുന്നു എന്നല്ല, ഇതുവരെ സോൾവ് ചെയ്തിട്ടില്ല കേട്ടോ. അവനത് മടുത്തു തുടങ്ങി. അത്രയും പ്രശ്നമാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് നോക്കും, പിന്നെയും കിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പുതിയൊരു റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്യുകയാണ്. ഹോയിക് പഞ്ചാബ് എന്ന് പറഞ്ഞിട്ട് കാക്കനാട് സൈഡിലുള്ള പുതിയൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഫുഡൊക്കെ സെർവ് ചെയ്യുന്ന നല്ല അടിപൊളി റെസ്റ്റോറൻ്റാണ്. അപ്പം ഞങ്ങൾ തണ്ടൂരി ചിക്കൻ പിന്നെ എന്തായിരുന്നു എന്തോ റൈസും കാര്യങ്ങളൊക്കെയാണ് ട്രൈ ചെയ്തത്.
അപ്പോൾ ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കുറച്ച് വെയിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയിട്ടും നല്ലൊരു ആംബിയൻസും നല്ല എനിക്ക് അവിടെ കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവിടുത്തെ കട്ട്ലറിയൊക്കെയാണ്. നല്ല നല്ല അടിപൊളി ഡിഷസിലൊക്കെയാണ് അവർ സെർവ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നല്ല എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ് കേട്ടോ. ഇതിപ്പോൾ അടുത്ത ദിവസം മോർണിംഗ് ആണ്. കുറച്ച് ക്ലൗഡ്സൊക്കെ കാണുന്നുണ്ടെങ്കിലും മഴ എന്ത് ചെയ്താൽ വരുന്നില്ലായിരുന്നു. എല്ലാ ദിവസവും പ്രതീക്ഷയോടെ നോക്കും മഴ പെയ്യും, പക്ഷേ എന്ത് ചെയ്താൽ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ തന്നെയും മഴ അങ്ങ് കൂട്ടിപ്പിടിച്ചിട്ടില്ല അല്ലേ. ജസ്റ്റ് പെയ്യും, പിന്നെയും കുറച്ച് ബ്രേക്ക് വരും, അങ്ങനെയൊക്കെ തന്നെയല്ലേ. അപ്പോൾ കുറച്ച് ചിക്കൻ കറി ഇരിപ്പുണ്ട്. അപ്പോൾ മോന് ഏറ്റവും ഫേവറേറ്റ് ആണ് സ്കൂളിലോട്ട് ചപ്പാത്തിയും ചിക്കൻ കറിയും. അപ്പം ഞാനത് തലേദിവസം ഉണ്ടാക്കി വെച്ചിരുന്നതുകൊണ്ട് ചിക്കൻ കറി റെഡിയാണ്. പിന്നെ ഞാൻ ഗ്രീൻ പീസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പുട്ടും ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗ്രീൻ പീസ് കറി നമ്മൾ തേങ്ങയൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാമല്ലോ. അപ്പം ഞാൻ യൂഷ്വലി ചെയ്യുന്നത് കറിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ട് മിക്സിയിൽ അരച്ച് ചേർക്കും. അങ്ങനെ ആകുമ്പോഴത്തേനും നല്ല തിക്ക് ഗ്രേവിയും കിട്ടും. അപ്പോൾ ഇവിടെ പൊതുവേ നല്ല ഇഷ്ടമാണ് ഗ്രീൻ പീസ് ഇടയ്ക്ക് എടുക്കാറുണ്ട്. ഗ്രീൻ പീസ്, കടല, ചെറുപയർ ഇതൊക്കെ മാറി മാറി നമ്മൾ എടുക്കാറുണ്ട്. അതുപോലെ മുട്ടക്കറി. അപ്പം ഒത്തിരി തിരക്ക് രാവിലെ ഇല്ലാത്ത ദിവസം ഇങ്ങനെ കുറച്ച് ഇങ്ങനെയൊക്കെ എടുക്കും. അതല്ലെങ്കിൽ പുട്ടും പഴവും തന്നെ ആക്കും കേട്ടോ. അപ്പോൾ ഇന്നിപ്പം ഇച്ചിരി തിരക്ക് കുറഞ്ഞ ദിവസമായതുകൊണ്ട് ഗ്രീൻ പീസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇരുമ്പിൻ്റെ പുതിയൊരു ചീനച്ചട്ടി വാങ്ങിയിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് ലുലുന്നാണ് വാങ്ങിച്ചത്. നമ്മൾ സാധാരണ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയുടെ അത്ര കനമില്ലെങ്കിൽ കൂടി ഹാൻഡിൽ ചെയ്യാൻ നല്ല എളുപ്പമാണ്. അതിൻ്റെ 2 ചെവിയില്ലേ, ഹാൻഡിൽ സ്റ്റീലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പം നല്ല കുറച്ച് നന്നായിട്ട് തോന്നി, പക്ഷേ മയങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ നല്ലപോലെ യൂസ് ചെയ്യുമ്പോൾ അത് മയങ്ങി വരുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അതിനകത്ത് തന്നെയാണ് നമ്മളുടെ ഇന്നത്തെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്നത്. പിന്നെ ചോറിന് പീച്ചിങ്ങ മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്തൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ രാവിലെ ഈ സവാള വഴന്നു വരുന്ന സമയം കൂടി ഞാൻ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പുട്ട് പിന്നെ പെട്ടെന്ന് ആവുമല്ലോ. അപ്പം കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങൾ നോക്കണം. അതിൻ്റെ ഇടയിൽ മോനുള്ള ലഞ്ചും ഒക്കെ റെഡിയാക്കണം. അപ്പം മോളുടെ ക്ലാസ് കുറച്ച് ലേറ്റായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ മോന് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അപ്പോൾ അവൻ്റെ ലഞ്ചൊക്കെ ഞാൻ റെഡിയാക്കി. ചപ്പാത്തിയും ചിക്കൻ കറിയും എന്താ പറയുക, പിന്നെ കുറച്ച് ക്യാരറ്റ് ഞാൻ അരിഞ്ഞ് വെക്കും. ഒരു സാലഡ് പോലെ നമ്മളിങ്ങനെ നോൺ വെജ് കൊടുക്കുമ്പോൾ ഒരു സമാധാനത്തിന് കുറച്ച് ക്യാരറ്റ് സ്റ്റിക്സ് പോലെ ഞാൻ ആ ചെറിയൊരു പാത്രത്തിലാക്കി കൊടുക്കും. അപ്പം അതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മോൻ ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ പാലും പേപ്പറൊക്കെ എടുക്കും. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നത് ചെയ്യും. ഇന്നിപ്പോൾ എനിക്ക് മീൻകറി ഉണ്ടാക്കാൻ പറ്റി. പിന്നെ അതുപോലെ ഞാൻ കുറച്ച് വൈറ്റ് റൈസ് മോൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. മോളുടെ ക്ലാസ് തുടങ്ങിയിട്ടില്ല, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതും റെഡിയാക്കി വെച്ചു. പിന്നെ പീച്ചിങ്ങ ഒലത്തി വെച്ചു, ചോറാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്, അലക്കിയതൊക്കെ നിവർത്തിയിട്ടു. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് രാവിലെ ചെയ്യാൻ പറ്റിയത്. പിന്നെ രാവിലത്തെ മീറ്റിങ്ങും കുറച്ച് ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യുന്ന ദിവസമായതുകൊണ്ട് ഞാൻ ബെഡ്ഷീറ്റ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. ഈ മുറിയിലെ ബെഡ്റൂം നല്ല മെസ്സി ആയിട്ടാണ് കിടക്കുന്നത്. എനിക്ക് ബെഡ്റൂം ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല അസ്വസ്ഥതയാണ് കേട്ടോ. പക്ഷെ എനിക്ക് സമയമില്ലാത്തപ്പോൾ ഞാനതിന് നിൽക്കാറുമില്ല. അപ്പോൾ ഞാനൊരു ബെഡ്റൂം നീറ്റാക്കാൻ അല്ലെങ്കിൽ ഒരു റൂം നീറ്റാക്കാൻ വേണ്ടി പോകുമ്പോഴത്തേനും ഫസ്റ്റ് ചെയ്യുന്ന കാര്യം ആ റൂമിലെ ബെഡ് ഒന്ന് നീറ്റാക്കുക എന്നുള്ളതാണ്. ബെഡിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി ബെഡ്ഷീറ്റ് ഒന്ന് നല്ലപോലെ വിരിച്ചിടുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യുക. ചിലപ്പം അത്രമാത്രം ചെയ്യാനുള്ള സമയം ഉണ്ടാവുള്ളൂ, പക്ഷെ ആ ഒരു കാര്യമാണ് ഞാൻ ഫസ്റ്റ് ചെയ്യുക എപ്പോഴും. എനിക്ക് നല്ലൊരു സാറ്റിസ്ഫൈങ് ആണ് കേട്ടോ. നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി ബെഡ് മാത്രം വൃത്തിയാക്കിയിട്ട് ബാക്കിയെല്ലാം അലമ്പായിട്ട് കിടന്നാലും ബെഡ് നീറ്റാക്കി കഴിഞ്ഞാൽ നല്ലൊരു സമാധാനം കിട്ടും. ഇനിയത്തൊരു മെസ്സി ഏരിയ എന്ന് പറയുന്നത് മോൻ പഠിക്കുന്ന ഈ ഒരു സെക്ഷനാണ്.
മോന് ഒരു കുട്ടി ടേബിളാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. അവൻ്റെ ടേബിൾ ഞാൻ അടിച്ചു മാറ്റിയിട്ട് അവന് ഇപ്പോൾ ഈ ഒരു സെക്ഷൻ കൊടുത്തിട്ട്, അപ്പം അത് മിക്കവാറും അത്ര നീറ്റായിട്ടൊന്നും എടുത്ത് വെക്കുന്ന ആളല്ല. ചില സമയത്ത് ഒരു മൂടാണെങ്കിൽ എടുത്ത് വെക്കും, അതല്ലെങ്കിൽ ഞാൻ തന്നെ ഒന്ന് നീറ്റാക്കിയൊക്കെ കൊടുക്കും കേട്ടോ. ഞങ്ങളുടെ വീട്ടിലൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ വീട്ടിൽ ശരിക്കും എൻ്റെ ഹസ്ബൻഡാണ് ഏറ്റവും നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരാളെന്ന് പറയാം. ഞാൻ വളരെ പുറകോട്ടായിരുന്നു. പക്ഷേ പിന്നെ പുള്ളിയുടെ ഒരു ഇൻഫ്ലുവൻസിൽ ഞാൻ നല്ല അത്യാവശ്യം എനിക്ക് ചെയ്യണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് വന്നു. അങ്ങനെ ഇപ്പം എനിക്ക് നീറ്റാക്കി ഇടണമെന്ന് നല്ല ആഗ്രഹമാണ്. ഇതിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന ആൾ എൻ്റെ മോളാണ്. മോള് തീരെ ഓർഗനൈസ്ഡ് അല്ല. ശരിക്കും അവളുടെ ഒരു ക്യാരക്ടർ അനാലിസിസ് ഒക്കെ ചെയ്തപ്പോഴത്തേനും സ്പോണ്ടേനിയസ് ആണ്, ഒട്ടും ഓർഗനൈസ്ഡ് അല്ല എന്ന് തന്നെയായിരുന്നു കേട്ടോ അവൾക്ക് കിട്ടിയത്. അപ്പം ഞാൻ കൂടുതലും ഹെൽപ്പ് ചെയ്തൊക്കെ കൊടുക്കാറുണ്ട്. കാരണം നമുക്ക് എല്ലാ മക്കളും അങ്ങനത്തെ ഒരു നേച്ചർ ഉണ്ടാവണമെന്നൊന്നും നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കമ്പാരിറ്റീവ്ലി മോൻ കുറേയും കൂടി ഓർഗനൈസ്ഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇന്ന് തന്നെ ഞാൻ പറഞ്ഞപ്പോൾ അവൻ്റെ സാധനങ്ങളൊക്കെ തന്നെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പം രണ്ടുപേരുടെ ഭാഗത്തുനിന്നും എനിക്ക് ആ ഒരു രീതിയിലുള്ള സഹകരണം കുറച്ച് കുറവാണ്. എങ്കിൽ കൂടിയും ഞാൻ അതിനൊരു വലിയ വിഷമത്തിൽ കൂടിയൊന്നും കാണുന്നില്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യട്ടെ, നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യുക. പലരും ഞാൻ പരാതി പറഞ്ഞു കേട്ടിട്ടുണ്ട്, വീട്ടിലാരും സഹായിക്കുന്നില്ല എന്നൊക്കെ. അപ്പം എനിക്കും ചില സമയത്തൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും അങ്ങനെ ഒരു വിഷമം പറഞ്ഞിരിക്കാണ്ട് മാക്സിമം ട്രൈ ചെയ്യുക. അവരോട് നല്ല രീതിയിൽ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും പ്രോത്സാഹിപ്പിക്കുക, നമ്മളും കൂടി ചെയ്യുക. നമ്മൾ അവർക്കൊരു മോഡൽ ചെയ്തൊക്കെ കൊടുക്കുമ്പോഴത്തേനും കുറച്ചൊക്കെ അവർ നമ്മുടെ വഴിക്ക് വരുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇതൊന്നും വലിയൊരു ടെൻഷനാക്കി എടുക്കാതിരിക്കുക. ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ഫോളോ ചെയ്യുന്നത്. ചിലരുടെയൊക്കെ വീഡിയോസും ചിലരുടെയൊക്കെ വീടുകളും ഒക്കെ കാണുമ്പോഴത്തേനും അവരുടെ കുട്ടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും അയ്യോ നമ്മുടെ മക്കൾ ചെയ്യുന്നില്ല എന്ന്. പക്ഷെ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഓരോരുത്തരുടെ ലൈഫും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റാണ്. നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക, മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലൈഫിലെ ഓരോ അനുഭവങ്ങളെ നമുക്ക് പോസിറ്റീവായിട്ട് നോക്കി കാണാൻ ശ്രമിക്കാം. അതിന് എല്ലാത്തിലൊരു നെഗറ്റീവ് വശം കാണാതെ, പോസിറ്റിവിറ്റി ഒരു ചോയ്സാണ്. അപ്പോൾ എപ്പോഴും നല്ല വശം കാണിക്കുക. എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് സംഭവിക്കുമ്പോൾ അതൊരു മിസ്റ്റേക്ക് നെക്സ്റ്റ് ടൈം കറക്റ്റ് ചെയ്യാനും അതിൽ നിന്ന് എന്തെങ്കിലും ലെസൺ ലേൺ ചെയ്യാനുള്ളൊരു അവസരമായിട്ട് കണക്കാക്കുക. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ സിമ്പിൾ വീഡിയോ ആണ്, സിമ്പിൾ മൊമെൻറ്റ്സ് ആയിരുന്നു ഞങ്ങളുടെ ഒരു ഈവനിങ് ആൻഡ് മോർണിംഗിലെ കുറച്ച് വിശേഷങ്ങൾ. ഒത്തിരി പ്രൊഡക്റ്റീവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല, സിമ്പിൾ ഡെയിലി ലൈഫാണ് ഷെയർ ചെയ്തത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ എന്തായാലും ലൈക്ക് ചെയ്യാൻ നോക്കുക. കാരണം കൂടുതൽ ലൈക്സും കമൻസും ഉള്ള വീഡിയോസിനാണ് കൂടുതൽ റീച്ച് കിട്ടുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.